കഴിക്കാനാണ് ആക്ച്വലി നമ്മൾ ഇവിടെ വന്നിട്ട്. അതിപ്പോ ചുട്ടും നല്ല ചൂടുണ്ടാവും. ആദ്യമൊക്കെ ഉള്ളു. ഇത് മാരക സാധനം പറഞ്ഞാൽ ഈ പുളി ഐറ്റം നല്ല ചൂടുണ്ട്. പെട്ടെന്ന് തൊള്ളിയിട്ട കിളി പോകും. അത് നമ്പർ 1 വെറുതെ പറയല്ല. ഈജിപ്ഷ്യൻ ഡിഷ് ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. വെറൈറ്റി ടേസ്റ്റ് ആണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. മിക്സ്ഡ് മീറ്റ് ആണ്, ഓൾ ടൈപ്പ് ഓഫ് മീറ്റ് ആണ്. അതായത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. ചൂടില്ലേ? ചൂടുണ്ട്, പുക പാറുന്നുണ്ട്. ഇത് ഏതെങ്കിലും റെസ്റ്റോറന്റ് പണ്ടാകും. ബൈത്തുസാറ റെസ്റ്റോറന്റ് മാനേജറിന്റെ കൂടെ നിൽക്കുന്നത്. സാധാരണ റെസ്റ്റോറന്റിൽ വന്നു കഴിഞ്ഞാല് ഈ സംഭവങ്ങളൊക്കെ വലുതായിരിക്കും. പക്ഷെ ഇത് നോക്ക്, കുഞ്ഞി സാധനങ്ങൾ. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഈജിപ്ഷ്യൻ്റെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു പുതിയ ഐറ്റം ആണ്. ഇത് കട്ടപ്പയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. ലൈക്ക് എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ അതിലുണ്ട്. അതിൽ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള നട്ട്സ്, അതുപോലെ തന്നെ പാസ്ത, എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി പറ്റില്ല. പക്ഷെ കട്ടപ്പയ്ക്ക് ഇത് നല്ലപോലെ പറ്റി. സംഭവം കൊള്ളാം. പക്ഷെ എന്താ ഒരു ഐഡിയ ഇല്ല എനിക്ക്. എന്താ പറയുന്നത്, നന്നായിട്ടുണ്ട്. ഞാനിത് നേരത്തെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നുകൂടെ കുറേ കഴിച്ചിട്ട് ഒന്നുകൂടെ കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ പോകും. പഴയ അതേ ടേസ്റ്റ് തന്നെയാണ്, നന്നായിട്ടുണ്ട്. ഈജിപ്തിൽ ഭയങ്കര ഫേമസ് ആയ ഒരു സാധനമാണ്. ഇതിന്റെ പേര് കൊശരി. നിങ്ങൾ ഫത്തയർ കഴിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട വേറൊരു സാധനമാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഫത്തയർ പോലെ തന്നെ ഇത് സ്വീറ്റാണ്. ആ പയ്യിൽ വരുന്ന സ്വീറ്റ് സാധനം ഇത് മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് മറ്റേ ഫത്തയർ കഴിച്ചിട്ട് ഈ ഫത്തയർ കഴിക്കലൊരു മസ്റ്റ് ആണ് അല്ലേ സാധനം. ചൂടുണ്ട് കേട്ടാ. ഡെസേർട്ട് തേൻ ഒലിക്കുന്നുണ്ട്. ആദ്യം കാണിച്ച ഫത്തയറും അതുപോലെ തന്നെ അവസാനം കാണിച്ച ഈ പയ്യൻ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഐറ്റമാണ്. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് കേട്ടാം, ഇടയിൽ കണ്ട കൊസഡി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മളിവർ നല്ലപോലെ ട്രീറ്റ് ചെയ്തു, നല്ലപോലെ സ്നേഹിച്ചു. ഈജിപ്ഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർ നല്ലപോലെ നമ്മളെ സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി. വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു അത്. നമുക്ക് മനസ്സും വയറും തൃപ്തിയോടുകൂടിയാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ ഷെഫിനെ അല്ലെങ്കിൽ അവിടുത്തെ സെർവേഴ്സിനെ നിങ്ങൾ അഭിനന്ദിക്കാൻ ശ്രമിക്കുക. അവർക്ക് ലൈക്ക് ആ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ അത് ഒരു വലിയ സന്തോഷമായിരിക്കും, ഒരു പുഞ്ചിരിയായിരിക്കും.